മുഖ്യമന്ത്രി ചർച്ചയിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചെന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ചിത്രം പുറത്തുവിട്ടു. ടി സിദ്ദിഖ്, സന്ദീപ് വാര്യർ തുടങ്ങിയവരുടെ പിന്തുണയും കെ.സിക്കെന്ന് പത്രം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഈ മുഖ്യമന്ത്രി തർക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിടുന്നത്. നേരത്തെ സണ്ണി ജോസഫ് അടക്കം നിഷ്പക്ഷമായി തന്നെ നിന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ കെ.സിക്കായി ഇവരൊക്കെ വാദിച്ചു എന്നുള്ള വിവരങ്ങൾ, അത് എത്രത്തോളം വിശ്വാസയോഗ്യമായ വിവരങ്ങളാണ് പത്രം പുറത്തുവിടുന്നത്? ജിൽസി, ഇന്നലെ എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ ശേഷം മുകുൾ വാസ്നിക് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ കടലാസുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന ആ അഭിപ്രായം രേഖപ്പെടുത്തിയ കടലാസിന്റെ ചിത്രമാണ് ഇപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ആ ചിത്രം ശരിയാണെങ്കിൽ, അതനുസരിച്ചാണെങ്കിൽ കെ.സി. വേണുഗോപാലിനാണ് ആ ചിത്രത്തിൽ കാണുന്ന 8 എംഎൽഎമാരിൽ 7 പേരുടെയും പിന്തുണ കാണിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫും കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചു എന്നതാണ്. സണ്ണി ജോസഫ് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചുവെന്നും ആരെ മുഖ്യമന്ത്രിയാക്കിയാലും തനിക്ക് പ്രശ്നമില്ല എന്ന നിലപാട് AICC നിരീക്ഷകർക്ക് മുമ്പിൽ സ്വീകരിച്ചു എന്നൊക്കെയായിരുന്നു സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ചിത്രം പറയുന്നത് സണ്ണി ജോസഫും കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു, കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചിരിക്കുന്നു എന്നതാണ്. അതായത് എന്തായാലും അതിനൊപ്പം പറയേണ്ട ഒരു കാര്യം, ഇന്ന് 11 മണിക്ക് സണ്ണി ജോസഫ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ഈ ചിത്രം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല. അല്പസമയം മുമ്പ് കെപിസിസി ആസ്ഥാനത്ത് നിന്ന് ആ വാർത്താ സമ്മേളനം റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് പറയേണ്ടത് ആ ചിത്രത്തിൽ കാണുന്ന അനുസരിച്ചാണെങ്കിൽ ടി സിദ്ദിഖിന്റെ പിന്തുണയും കെ.സി. വേണുഗോപാലിനാണ്. അതിൽ IC ബാലകൃഷ്ണൻ MLA മാത്രമാണ് കെ.സിയെയും രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരിൽ ആരായാലും കുഴപ്പമില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ കാണുന്നതനുസരിച്ചുള്ള പേരുകൾ പറഞ്ഞാൽ ഒന്ന് സജീവ് ജോസഫാണ്. ഇത് സ്വാഭാവികമായും അദ്ദേഹം കെ.സി. വേണുഗോപാലിന്റെ സ്വന്തം ആളാണ്, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. മറ്റൊന്ന് TO മോഹനൻ, കണ്ണൂരിൽ നിന്നുള്ള MLA, അദ്ദേഹവും കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനാണ്. ഒപ്പം അതിലുള്ളത് ഉഷ വിജയൻ, ഒപ്പം അത്തരം ചില പേരുകൾ അങ്ങനെയാണ്. പിന്നെ അത്തരം പേരുകളാണ് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ 7 പേരുടെ പേരുകളാണ് ഇപ്പോൾ അതിലുള്ളത്. ആ 7 പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും, ആ ആളും പക്ഷേ കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പിന്തുണയ്ക്കുന്നുണ്ട്. അത്തരമൊരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും രഹസ്യ സ്വഭാവത്തിലുണ്ടായിരുന്ന ഒരു അഭിപ്രായമെടുക്കലായിരുന്നു അത്. അതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇക്കാര്യത്തിൽ എന്താണ് ഇനി ആ നേതാക്കൾക്ക് പറയാനുള്ളതെന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജിൽസി. തീർച്ചയായിട്ടും അത് തന്നെയാണ് അറിയേണ്ടത്. കാരണം സണ്ണി ജോസഫ് അടക്കം ഒരു നിഷ്പക്ഷ നിലപാടെടുത്തു തുടങ്ങിയ വിവരങ്ങളാണ് ഇത്രയും നേരം പുറത്തു വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഈ ചിത്രം, അതിൽ അഭിപ്രായം പറയേണ്ടത് അതിൽ പേരുള്ള ആളുകൾ തന്നെയാണ്. അത്തരത്തിലൊരു വിവരങ്ങളാണോ? അതായത് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള, സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ കെ.സിക്കാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കെ.സി പക്ഷം അവകാശപ്പെട്ടതുപോലെ തന്നെ ഭൂരിപക്ഷം MLA-മാരും കെ.സി പക്ഷത്തെ പിന്തുണച്ചു എന്ന് തന്നെ നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കണം. അതും അപ്രതീക്ഷിതമായ ഭാഗങ്ങളിൽ നിന്ന് പോലും കെ.സിക്ക് പിന്തുണ ലഭിച്ചുവെന്നും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇന്നലെ ഈ MLA-മാരുടെ പിന്തുണ തേടലിന് പിന്നാലെ കെ.സി പക്ഷവുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് വിശദീകരിച്ചത് 45 MLA-മാരുടെ പിന്തുണയുണ്ട്. നേരത്തെ മറ്റ് പല ആളുകളെയും പിന്താങ്ങിയിരുന്ന, അവർക്കൊപ്പമൊക്കെ നിന്നിരുന്ന MLA-മാരടക്കമുള്ളവർ കെ.സിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷം MLA-മാരും കെ.സിയാണ് പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു. ഈ ചിത്രം ശരിയാണെങ്കിൽ, ആ ചിത്രം സാക്ഷ്യപ്പെടുത്തുന്ന അനുസരിച്ചാണെങ്കിൽ ഭൂരിഭാഗം MLA-മാരും ഈ പറഞ്ഞതുപോലെ കെ.സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ മറ്റ് 2 ആളുകളും, അതായത് രമേശ് ചെന്നിത്തലയും VD സതീശനും അവകാശപ്പെട്ടതുപോലെ അവർക്ക് അത്രമേൽ വലിയ പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് വേണം ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ ചിത്രത്തിൽ കാണുന്ന അനുസരിച്ചാണെങ്കിൽ ആ ചിത്രത്തിലുള്ള 7-8 പേരിൽ ആരും VD സതീശിന്റെ പേര് നോമിനേറ്റ് ചെയ്തതായി കാണുന്നില്ല. എന്തായാലും MLA-മാരുടെ ഭൂരിപക്ഷം തങ്ങൾക്കെന്ന കെ.സി വേണുഗോപാൽ പക്ഷത്തിന്റെ വാദത്തെ സ്ഥിരീകരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്.
യെസ്, ഇപ്പോൾ ഏഴുപേരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ പ്രകാരം മെജോറിറ്റി അതിൽ ഉള്ള മുഴുവൻ ആളുകളും KCയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ സുനിൽ, KPCC അധ്യക്ഷൻ ഒരു നിഷ്പക്ഷ നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എല്ലാവർക്കും ഒരു ടേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ പക്ഷം പിടിച്ചു എന്ന് പറയുമ്പോൾ KPCC അധ്യക്ഷന്റെ നിലപാടടക്കം നിർണായകമായി വരുന്ന ഘട്ടത്തിൽ അതൊരു KC പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായിരിക്കണം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ സണ്ണി ജോസഫ്, ഞാൻ പറഞ്ഞ സണ്ണി ജോസഫും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരൊക്കെ പറഞ്ഞത് KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താൻ ആരെയും ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നായിരുന്നു. അത് പക്ഷേ തെറ്റാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. KC വേണുഗോപാൽ പക്ഷത്താണ് സണ്ണി ജോസഫും എന്നതാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയേണ്ടത്. ഈ ചിത്രം ശരിയാണോ, അല്ലെങ്കിൽ ഈ ചിത്രത്തിലൂടെ പുറത്തു വന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം അക്കാര്യത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊരു ചോദ്യത്തിനും കൂടി മറുപടി KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്താനിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് റദ്ദാക്കി. അതേപോലെ എവിടെയാണുള്ളത്? അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 11 മണിക്ക് ഇന്ന് KPCC അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു വാർത്താ സമ്മേളനം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 11 മണിക്ക് KPCC ആസ്ഥാനത്തായിരുന്നു വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് KPCC ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം റദ്ദ് ചെയ്തുവെന്ന്. അത് ഈ ചിത്രം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ആ സാഹചര്യം കൂടി നമുക്ക് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരും. യെസ്, അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ ചേർത്ത് വായിക്കണം. എന്താണ് ഉണ്ടായത് എന്നതിലൊരു വിശദീകരണം ഒരുപക്ഷെ KPCC അധ്യക്ഷൻ തന്നെ നൽകേണ്ടതായി വരുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ കൂടി നമുക്കൊന്ന് വിളിച്ചു നോക്കാവുന്നതാണ്. അവരുടെ ഒരു പിന്തുണ KCക്ക് തന്നെയാണോ എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും അറിയണം, വരും ദിവസങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പത്രത്തിൽ വന്ന ചിത്രത്തിന്റെ പേരിൽ ഒരു വലിയ വിവാദം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. KPCC അധ്യക്ഷനടക്കം പുറത്തുവിട്ട നരേറ്റീവുകൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. നിഷ്പക്ഷനായിട്ടല്ല KPCC അധ്യക്ഷനടക്കം അവിടെ പ്രവർത്തിച്ചത്. കൃത്യമായി പക്ഷം പിടിച്ച് KC വേണുഗോപാലിന് വേണ്ടി തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത് എന്നുള്ളത് കൂടിയാണ് ആ ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത്. ഇനിയൊരു